ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പുതിയ ഹൗസിലെ ഈസ്റ്റർ എങ്ങനെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഈസ്റ്റർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഫിഗ്രൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഈസ്റ്ററിൻ്റെ തലേന്നാണ് അവിടെ ഓടിയെത്തിയത്. ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. വരുന്ന വഴി ഞാൻ കുറച്ച് നാച്ചുറൽ ഫ്ലവേഴ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ അവിടുന്ന് വാങ്ങിയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാനൊരു ഡോർ റീത്താണ് ചെയ്തെടുക്കുന്നത്. ക്രിസ്മസ് ടൈമിൽ ഞാൻ ഉപയോഗിച്ച റീത്തിൻ്റെ ബേസ് സെയിം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സും ലീഫും ഡ്രൈ ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ഈ റീത്ത് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഞാൻ ക്രൂഷേ ചെയ്ത ഒരു ബോ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റീത്ത് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഡോറിലേക്ക് ഹാങ് ചെയ്തിടുകയാണ് ഞാൻ. അടുത്തായി ഞാൻ കിച്ചണാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സാധാരണ ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ണി, എഗ്സ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലോറൽ ഡിസൈനിലുള്ള ഐറ്റംസ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈസ്റ്റർ ടൈമിൽ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എഗ്ഗ് എന്ന് പറഞ്ഞാൽ എഗ്ഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂ ബിഗിനിങ്, ന്യൂ ലൈഫ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ബണ്ണി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രോത്ത്, ഹാപ്പിനെസ്, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണയായി പുറം രാജ്യങ്ങളിലൊക്കെ സ്പ്രിംഗ് സീസണിലാണ് ഈസ്റ്റർ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഏരിയയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ഈസ്റ്റർ ബണ്ണി, ഒരു ബട്ടർ ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതും ഇവിടെ പ്ലേസ് ചെയ്യുവാണ്.
നെക്സ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അവിടേക്ക് കുറച്ച് നാച്ചുറൽ എഗ്സും ഒക്കെ വെച്ച് കൊടുത്തു, ഓയിൽ ഡിഫ്യൂസറും ഒക്കെ വെച്ച് കൊടുത്ത് നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഇവിടുന്ന് വരുന്നുണ്ട്. ഇനി ഞാൻ ഡൈനിങ് ഏരിയ ആണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുവാണ്. സെൻറ്റർ പീസായിട്ട് ഒരു ട്രേക്കകത്ത് പഴയ ബുക്സ് വെച്ച് ഞാൻ ഹൈറ്റ് കൂട്ടിയിട്ടാണ് 2 ഹൗസൊക്കെ വെച്ച് ബണ്ണിയൊക്കെ വെച്ച് സെൻറ്റഡ് ക്യാൻഡിൽസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയ അങ്ങനെ സെറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഫ്ലോറൽ ഡിസൈനിലുള്ള പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് കോഫി ടേബിളാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അച്ചൂസ് ഓടി വന്നു, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വാങ്ങിച്ചു. ഇനി ഞങ്ങൾ പാതിരാ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് പോകാൻ പോവാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് താമസിച്ചു. പാതിരാ കുർബാനയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് താമസിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ രാത്രിയിൽ തന്നെ പകുതി കുക്കിംഗ് ആക്കി വെച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ രാവിലെ വെള്ളയപ്പവും ഡക്ക് കറിയും കട്ട്ലറ്റുമാണ് സ്പെഷ്യൽ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇപ്രാവശ്യം ലഞ്ചിന് മട്ടൻ ബിരിയാണിയാണ്. സാധാരണ കുത്തരി ചോറും തോരനും ബീഫ് ഉലർത്തിയതും ഫിഷ് കറിയും മോര് കാച്ചിയതും ഒക്കെ കൂട്ടിയാണ് കഴിക്കാറ്. ഇപ്രാവശ്യം എല്ലാവർക്കും ബിരിയാണി മതി. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണ്.
ബിരിയാണിയൊക്കെ കഴിച്ച് അല്പം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പുതിയ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ താമസമാക്കിയവരെ അറിയിക്കാൻ വേണ്ടി ഫയർ വർക്ക് നടത്തി. അങ്ങനെ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഈസ്റ്റർ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. താങ്ക് യു.